ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് അഗാധ ഓൾ അലോങ്ങിൻ്റെ എപ്പിസോഡ് 3യുടെ എക്സ്പ്ലനേഷനും റീക്യാപ്പ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നവരെല്ലാവരും കൂടിയിട്ട് എൻഡ് ഓഫ് ദി റോഡിലേക്ക് എത്തി. ഈ കോവൻ വിച്ചസും അതിലൊന്നും പെടാത്ത ടീനും ഷാരോൺ ഹാർട്ടിനെയും കാണിക്കുന്നുണ്ട്. ഇവർ എൻഡ് ഓഫ് ദി റോഡിലെത്തി. അപ്പോൾ അവിടെ എത്തിയ വഴി നമ്മുടെ അഗാധ പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ കുറച്ച് ട്രയൽസ് അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പം നമ്മുടെ വിച്ച് ക്രാഫ്റ്റ്, അതായത് അവരുടെ കഴിവുകൾ പുറത്തേക്ക് എടുക്കേണ്ടി വരും. അതിൽ നിന്ന് ഓരോ ടൈൽസും നമ്മൾ ജയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ, എന്നാലേ നമുക്ക് എൻഡ് ഓഫ് ദി റോഡിലേക്ക് എത്തും. അതിൻ്റെ ഇടയിലാണ് ഇവർ എല്ലാവരും നമ്മുടെ ടീമിൻ്റെ ചുണ്ടിൽ ആ സിജിൽ കാണുന്നത്. സിജിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിച്ച് അവൻ്റെ ഐഡൻറ്റിറ്റി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സിജിൽ കാണിക്കും. അതായത് ആ വർത്തമാനം പറയുമ്പോൾ അവൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് വരില്ല. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ട്രയലിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തീരത്ത് ഒരു വീട് കാണും. ആ വീടിൻ്റെ അകത്തേക്ക് കയറും. അത് ഭയങ്കര ഹൈഫൈ വീടാണ്. അകത്ത് കയറിനേക്കാൾ മുമ്പ് തന്നെ വീടിൻ്റെ ഡോറുമ്പോൾ തന്നെ മൂണിൻ്റെ പല ഫുൾ മൂൺ തൊട്ട് ക്രസൻറ്റ് അങ്ങനെ പല ഷേപ്പിലുള്ള മൂൺസിൻ്റെ ഇത് വട്ടത്തിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് വെള്ളത്തിൻ്റെയും കാര്യം കൂടിയാണ്. നമ്മുടെ ഫുൾ മൂൺ ഡേയുടെ നിന്നൊക്കെ വേലിയേറ്റവും വേലിയിറക്കം ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യാറുണ്ട്. ആ സ്ട്രക്ചറാണ് ഡോറിൻ്റെ അവിടെ കണ്ടത്. ആ ഡോറ് അവർ തുറന്ന് അകത്ത് കയറുമ്പോഴത്തേക്കും ഇവരുടെ രൂപഭാവങ്ങളെല്ലാം മാറും. നല്ല ഹൈഫൈ ആൾക്കാരുടെ ലുക്കാവും. അവിടെ ഡൈനിങ് ടേബിളിൽ ബോട്ടിൽ ഓഫ് വൈൻ കാണും. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഷാരോൺ ഹാർട്ടും വേഗം വൈൻ എടുത്ത് കുടിക്കാൻ ശ്രമിക്കും. അപ്പോൾ തന്നെ എല്ലാവരും വൈൻ എടുത്ത് കുടിക്കും. പക്ഷേ ടീൻ കുടിക്കുന്നില്ല. ടീൻ വൈൻ പൊട്ടിക്കാനുള്ള ഓപ്പണർ എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ജെൻ പോയിട്ട് ടീനിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, അഗതിനെ വിശ്വസിക്കരുത്, പുള്ളിക്കാരി ഡാർക്ക് ഹോൾഡിന് വേണ്ടിയിട്ട് സ്വന്തം മകനെ ബലിയാടി ആക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ട്രേഡ് ഓഫ് ചെയ്തത് കേട്ടിട്ടുണ്ട്, അപ്പോൾ നീ സൂക്ഷിക്കണം എന്ന് പറയും. അപ്പോഴത്തേക്കും ഇവർ വൈൻ ബോട്ടിൽ പൊട്ടിക്കുമ്പോഴത്തേക്കും ഒരു ടൈമർ സ്റ്റാർട്ടാവും. ഇവരെല്ലാവരും വൈൻ കുടിക്കും. പക്ഷേ ആദ്യം മഗധ കുടിക്കുന്നില്ല. പിന്നീട് മനസ്സിലാവും മഗധയും കുടിച്ചിട്ടില്ല. എന്നിട്ട് മഗധനെ കൊണ്ട് കുടിപ്പിക്കും. ഗ്രാജുവലി വൈൻ കുടിച്ചവർക്ക് എല്ലാവർക്കും റിയാക്ഷൻ തുടങ്ങും. ആദ്യം മുഖമൊക്കെ സ്വെല്ല് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിൽ നിന്ന് ജെന്ന് മനസ്സിലാവും വൈനിൽ പോയ്സൺ ചെയ്തിട്ടുണ്ടെന്ന്. ഷാരോൺ അവിടെ തലകറങ്ങി വീഴുകയും അഗധ ജെൻ്റെ അടുത്ത് പറയും, നിൻ്റെ കഴിവുകൾ യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ആൻറ്റിഡോട്ട് ഉണ്ടാക്കാം. ആൻറ്റിഡോട്ട് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ജെൻ പതുക്കെ എല്ലാവരുടെ അടുത്ത് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഓരോരുത്തരും ഓരോ ഐറ്റം എടുക്കാൻ പോകുമ്പോഴത്തേക്കും അവർക്ക് പതുക്കെ ഹാലുസിനേഷൻ തുടങ്ങും. ലിലിയാനിന് തൻ്റെ യങ്ങർ സെൽഫിനെ കാണാൻ തുടങ്ങും. ജെന്നാണെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുന്നത്. ആ ഡോക്ടറാണെങ്കിൽ അവളെ വാഷ് ബേസിനിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടിരുന്നതാണ്. ആ വെള്ളത്തിലേക്ക് അവളുടെ തല മുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കോമിക് ബുക്കിൻ്റെ പ്രകാരം പുള്ളിക്കാരിക്ക് അറ്റ്ലാന്റിസായിട്ട് ബന്ധമുണ്ട് ഈ വിച്ചിന്, ജെന്നിന്. അതുകൊണ്ട് വെള്ളം റിലേറ്റഡ് കാര്യങ്ങളാണ് ഫുള്ളും കാണിക്കുന്ന പുള്ളിക്കാരിക്ക്. ആലീസിന് ആണെങ്കിൽ ഹാലുസിനേഷൻ വരുന്നത് തൻ്റെ അമ്മേനാണ്, കാണാതായ അമ്മേനെ കാണാൻ ചെയ്യുന്നത്. പുള്ളിക്കാരിയാണെങ്കിൽ സൂസൈഡ് ചെയ്യാൻ പോകുന്ന ആ സിറ്റുവേഷനാണ് ഹാലുസിനേറ്റ് ചെയ്ത് കാണുന്നത്. അഗതയ്ക്കാണെങ്കിൽ ഒരു ക്രിബ് കാണും. അതിൻ്റെ ഉള്ളിൽ തുണി മാറ്റി നോക്കുമ്പോൾ ഡാർക്ക് ഹോൾഡ് ഇരിക്കുന്നത് കാണും. അവളത് ഞെട്ടും. പക്ഷേ ഇതൊക്കെ ഹാലുസിനേഷനിൽ അവർ മറികടന്ന് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് അവർ ആൻറ്റിഡോട്ട് ഉണ്ടാക്കും. ആൻറ്റിഡോട്ട് 30 മിനിറ്റാണ് ടൈമർ സ്റ്റാർട്ട് ചെയ്തത്. ആ 30 മിനിറ്റിനുള്ളിൽ ആൻറ്റിഡോട്ട് ഉണ്ടാക്കണമെന്നായിരുന്നു. ഏകദേശം 30 മിനിറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. ആൻറ്റിഡോട്ട് ഉണ്ടാക്കും. ഇവർ കുടിക്കും. ബോധം കെട്ട് കിടക്കുന്ന ഷാരോണിനെയും കുടിപ്പിക്കും. കുടിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഈ ജീവനുണ്ടായിരുന്നു. പെട്ടെന്ന് ടൈമർ ഔട്ടാവും. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അവരുടെ വീട് വെള്ളത്തിൻ്റെ അടിയിലാണെന്ന്. വീടിൻ്റെ ഗ്ലാസ്സുകളൊക്കെ പൊട്ടി വീടിൻ്റെ അകത്ത് വെള്ളം കയറാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് അവരൊരു ഡോറ് കാണും. അതിൻ്റെ ഉള്ളിൽ കൂടെ അവർ പുറത്തേക്ക് വീഴും. പുറത്തേക്ക് വീഴുമ്പോൾ വെള്ളവും അവരായിട്ട് ഒഴുകിയാണ് വീഴുന്നത്. അങ്ങനെ വീണ് അവർ തിരിച്ച് റോട്ടിലേക്ക് എത്തുകയാണ് ചെയ്യണം. എൻഡ് ഓഫ് ദി റോട്ടിലേക്ക് എത്താണ് ചെയ്യണത്. എത്തുമ്പോഴത്തേക്കും കോവനിലെല്ലാവരും രക്ഷപ്പെടുന്നുണ്ട്. പിന്നെയാണ് പതുക്കെ ടീൻ പറയുന്നത് ഷാരോൺ ഡെഡാണെന്ന്. അപ്പോൾ അഗത അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹു ഇസ് ഷാരോൺ. അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിച്ചത്. പക്ഷേ എനിക്ക് പേഴ്സണലി ആ എപ്പിസോഡ് നല്ല എൻഗേജിങ് ആയിട്ടാണ്, ഒരു അഡ്വഞ്ചർ കൈൻഡ് ഓഫ് രീതിയിലാണ് എടുത്തേക്കുന്നത്. അങ്ങനെ 3rd എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.